1994 അഭിനേതാക്കൾക്കായി ഒരു സംഘടന എന്ന ആശയം രൂപം കൊള്ളുന്നത്. വേണു നാഗവള്ളി, മുരളി എന്നിവരായിരുന്നു ഈ ആശയത്തിനു പിന്നിൽ. ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമായാണ് സിനിമാ താരങ്ങൾക്ക് മാത്രമായി ഒരു സംഘടന നിലവിൽ വരുന്നത്. സംഘടനയ്ക്ക് അമ്മ എന്ന പേരിട്ടത് മുരളിയാണെന്ന് മണിയൻ പിള്ള രാജു ഒരിക്കൽ പറഞ്ഞിരുന്നു. 1994 മുതൽ 97 വരെ MG സോമനായിരുന്നു അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത്. മമ്മൂട്ടിയും മോഹൻലാലുമായിരുന്നു വൈസ് പ്രസിഡന്റുമാർ. TP മാധവൻ സെക്രട്ടറിയും വേണു നാഗവള്ളി ജോയിന്റ് സെക്രട്ടറിയും ജഗദീഷ് ട്രഷറുമായി. സുകുമാരി, ബാലചന്ദ്രമേനോൻ, KB ഗണേഷ് കുമാർ, ഇന്നസെന്റ്, മധു, മണിയൻ പിള്ള രാജു, മുരളി, നെടുമുടി വേണു, ശ്രീനിവാസൻ, സുരേഷ് ഗോപി, കൊച്ചിൻ ഹനീഫ തുടങ്ങിയവരായിരുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ. 3 വർഷമാണ് ഒരു ഭരണസമിതി പ്രവർത്തിക്കുന്നത്. എറണാകുളം കലൂരിൽ ദേശാഭിമാനി റോഡിലാണ് അമ്മ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. സിനിമയെക്കുറിച്ചുള്ള ആരോഗ്യകരമായ ചർച്ചകൾ, അംഗങ്ങളും മറ്റ് സംഘടനകളുമായുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക, അംഗങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക, അഭിനയ ജീവിതത്തിൽ നിന്ന് വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്നവർക്കും ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അഭിനേതാക്കൾക്കും വേണ്ടുന്ന സാമ്പത്തിക സഹായം നൽകുക, അംഗങ്ങളുടെ സിനിമാ പ്രവർത്തന സംബന്ധിയായ പരാതികൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് സംഘടന പ്രവർത്തനം ആരംഭിച്ചത്. രൂപീകരിച്ചതു മുതൽ ഇന്ന് വരെ വിവാദങ്ങളും പിന്നാലെയുണ്ടായിരുന്നു. 2004 ഏഷ്യാനെറ്റ് ചാനലിലെ സ്റ്റേജ് ഷോയിൽ അമ്മയിലെ താരങ്ങൾ പങ്കെടുക്കുന്നതിനെതിരെ കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് രംഗത്ത് വന്നു. ഉടമ്പടിയുടെ ലംഘനമാണിതെന്നായിരുന്നു പ്രധാന ആരോപണം. അമ്മയിലെ തന്നെ അംഗങ്ങളായ തിലകൻ, ലാലു അലക്സ് എന്നിവരും അമ്മയ്ക്കെതിരെ സംസാരിച്ചു. പിന്നീട് അമ്മ വാർത്താ സമ്മേളനം വിളിക്കുകയും ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സുമായി ഉണ്ടാക്കിയ ഉടമ്പടികൾ മാറ്റം വരുത്തുകയും ചെയ്തിരുന്നു. അന്തരിച്ച നടൻ തിലകനുമായി ബന്ധപ്പെട്ടതായിരുന്നു പ്രധാന വിവാദം. 2010 ഒരു സൂപ്പർ സ്റ്റാർ സിനിമയിലെ തന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നുവെന്നും തനിക്കെതിരായി കരുനീക്കങ്ങൾ നടത്തുന്നുവെന്നും തിലകൻ ആരോപണമുന്നയിച്ചു. ഒടുവിൽ അതേ വർഷം തന്നെ തിലകനും അമ്മ സംഘടനയും തമ്മിൽ പിരിഞ്ഞു. അച്ചടക്ക നടപടിക്ക് വിശദീകരണം നൽകിയില്ലെന്നായിരുന്നു അന്ന് ആരോപിച്ചിരുന്ന കുറ്റം. പിന്നീട് തിലകനെ സംഘടനയിൽ അംഗത്വം നൽകാൻ തിലകനെ തിരിച്ചു വിളിച്ചെങ്കിലും അമ്മയിലേക്ക് തിരിച്ചു പോകാൻ അദ്ദേഹം തയ്യാറായില്ല. അഭിനയം നിർത്തേണ്ടി വന്നാലും താൻ ഇനി അമ്മയിലേക്കില്ല. അമ്മയെക്കുറിച്ച് എനിക്ക് നല്ലതുപോലെ അറിയാം. തിരികെ ചെന്ന റെയിൽ പാളത്തിൽ തലവയ്ക്കാൻ താൻ തയ്യാറല്ലെന്നായിരുന്നു തിലകൻ അന്ന് പറഞ്ഞത്. അമ്മയ്ക്കെതിരെ പലതവണ രംഗത്ത് വന്ന സംവിധായകനായിരുന്നു വിനയൻ. സംഘടനയും വിനയനും തമ്മിൽ ഏറ്റുമുട്ടുകയും സംവിധായകന് വിലക്കേർപ്പെടുത്തുകയും ചെയ്തു. ഇതിനിടെ അസോസിയേഷന്റെ നിരോധനാജ്ഞ ലംഘിച്ച് തിലകനെയും പൃഥ്വിരാജിനെയും ക്യാപ്റ്റൻ രാജുവിനെയും ലാലു അലക്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സത്യം എന്ന സിനിമ വിനയൻ പ്രഖ്യാപിച്ചു. 2012 സംവിധായകൻ വിനയൻ സമർപ്പിച്ച ഹർജിയുടെ അടിസ്ഥാനത്തിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 2017 11.25 ലക്ഷം രൂപ അമ്മയ്ക്കും ഫെഫ്കയ്ക്കും എതിരെ പിഴ ചുമത്തി. കോളിളക്കം സൃഷ്ടിച്ചത് 2017 ഫെബ്രുവരിയിൽ കൊച്ചിയിൽ വെച്ച് നടിയാക്രമിക്കപ്പെട്ട സംഭവമാണ് അമ്മയിൽ കോളിളക്കമുണ്ടാക്കിയത്. കേസിൽ ആരോപണ വിധേയനായ നടൻ ദിലീപിനെ അമ്മ സംരക്ഷിക്കുന്നു എന്നായിരുന്നു പ്രധാന വിമർശനം. സംഘടനയിലെ യുവതാരങ്ങളായ പൃഥ്വിരാജ്, ആസിഫ് അലി, രമ്യ നമ്പീശൻ തുടങ്ങിയവരാണ് ആരോപണമുന്നയിച്ച് രംഗത്തെത്തിയത്. ഒടുവിൽ ദിലീപിനെ സംഘടനയിൽ നിന്നും പുറത്താക്കുകയും തങ്ങൾ ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം നിലകൊള്ളുമെന്ന് താരസംഘടന പ്രഖ്യാപിച്ചു. നടിയാക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്ന് മലയാള സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ചകൾ ഉയർന്നു വന്നു. 2017 ജൂലൈയിൽ ജസ്റ്റിസ് K ഹേമ അധ്യക്ഷയായി മുൻ ബ്യൂറോക്രാറ്റ് KB വത്സലകുമാരിയും മുതിർന്ന നടി ശാരദയും അംഗങ്ങളായ 3-അംഗ കമ്മീഷൻ സർക്കാർ രൂപീകരിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തിയതിന് പിന്നാലെ അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടു. മോഹൻലാൽ, സിദ്ദിഖ്, ബാബുരാജ്, ഉണ്ണി മുകുന്ദൻ, ജയൻ ചേർത്തല, ജഗദീഷ്, ടിനി ടോം, കലാഭവൻ ഷാജോ, സരയു, ടൊവിനോ, അനന്യ, ജോമോൾ, അൻസിബ, ജോയ് മാത്യു, വിനു മോഹൻ, സുരേഷ് കൃഷ്ണ എന്നിവരായിരുന്നു ഭാരവാഹികൾ. ഇനി എന്താവും അമ്മയുടെ ഭാവി? നാദനില കളരിയായി മാറുമോ? ഒരു ശുദ്ധികലശം നല്ലതിനാവും. 100-ലധികം കലാകാരന്മാർക്ക് നൽകി വരുന്ന പെൻഷൻ ചെറിയ കാര്യമല്ല. അത് മുടങ്ങാതെ തുടരണം. അതുകൊണ്ട് തന്നെ സംഘടന അനിവാര്യമാണ്. മുന്നിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള കരുത്തും തന്റേടവുമുള്ള പുതിയ ചെറുപ്പക്കാർ ഏറ്റെടുക്കട്ടെ. SS ന്യൂസ് എന്റർടൈൻമെന്റ് ഡെസ്ക്.